ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കരിമീനൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കരിമീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നല്ലോണം വെട്ടി തേച്ച് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാവേ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. കടുക് പൊട്ടാനിടാം കേട്ടോ. ചട്ടി ഒന്ന് നല്ലോണം ചൂടായിക്കോട്ടെ. കടുക് പൊട്ടിക്കാനിടാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ, അല്ലെ മീൻ കഴിക്കും. പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കൊടുക്കാം. കുമരകത്തുനിന്ന് കൊണ്ടുവന്ന കരിമീനാണിത്. എൻ്റെ അളിയൻ കൊണ്ടുവന്നതാണ്. വെട്ടി തേച്ചേരിയൊക്കെ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പം ഞാൻ ഓർത്തുന്നേ ഒന്ന് തിളപ്പിക്കാൻ ഇത്തിരി കരിമീൻ എടുത്തുനിന്ന് ഓർത്ത്. അപ്പം നമുക്ക് ഇത്തിരി ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ട്, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്നും ചേർക്കരുത്. ഇത്തിരി കറി ഇരിപ്പുണ്ടെങ്കിൽ അത് വളിച്ചു പോകും. അങ്ങനെ ചുവന്നുള്ളി ചേർക്കരുത് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും മതി. ഇപ്പം വെള്ളം മൂത്തിട്ടുണ്ട്. ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ തിളച്ചോട്ടെ വെള്ളം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മുടെ മീൻകറി തിളപ്പിക്കാനുള്ള അരപ്പ് തിളച്ച് വരണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വേഗം തിളക്കും. ചട്ടി ചൂടായതുകൊണ്ട് വേഗം തിളച്ചു. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തിളച്ചോട്ടെ കേട്ടോ നല്ലോ. അപ്പം മീൻ പെരക്കിടാം. അല്ലെങ്കിൽ വലയിട്ട മീനാണിത്. വലയ്ക്ക് പോകുമ്പോൾ പിടിച്ച മീനാണ്. അപ്പം ഫ്രഷ് മീനാണിത്, കരിമീൻ. ഇന്നലെ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ഞാനത് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്, തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി കരിമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി കരിമീൻ കൊണ്ടുവന്നതാന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണിത്. ഞാൻ കറി വയ്ക്കുവാണ്. തിളച്ചോട്ടെ കേട്ടോ. ചൂടാണ് പാത്രം.
തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മീനെല്ലാം പെരക്കിയിടാം. ഇനി മൂടി വയ്ക്കുക ഇത്, എന്നിട്ട് തിളപ്പിക്കാം. ഒന്ന് മൂടി വയ്ക്കട്ടെ. അപ്പം എല്ലാവരും കരിമീൻ തിളപ്പിച്ചത് കണ്ടല്ലോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം. കാര്യം നല്ലതല്ലെങ്കിലും ഇപ്പം ശരിയായി വരുന്നേ ഉള്ളൂ ഇടുന്നതൊക്കെ. അപ്പം ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ടെൻഷനൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. നല്ലോണം തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് സ്റ്റൗ ഓഫാക്കാം. എനിക്ക് വീടിന് സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ തന്നെയാണ് ചെയ്യുന്നതെല്ലാം, ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതും വിടുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ കാണുകയും ചെയ്യണം എല്ലാവരും. തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണമയൊക്കെ തെളിഞ്ഞ് വരണം. ഇപ്പം നമുക്കിനി ഒന്ന് ഉപ്പും പുളിയൊക്കെ നോക്കിയെടുക്കാം. ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇരുന്ന് ശരിയായിക്കോളും. ഇപ്പം കരിമീൻ തിളപ്പിച്ചതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2 മിനിറ്റും കൂടി തിളച്ചോട്ടെ, എന്നിട്ട് സ്റ്റൗ ഓഫ് ആക്കാം. ഇതൊന്ന് ചട്ടി ഒന്ന് പയ്യനെ കറക്കി കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഇത്തിരി താത്തി വെക്കാം, കൈ പൊള്ളുവേണ്ട. അപ്പോൾ കരിമീൻ തിളപ്പിച്ചത് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ വരേക്കും ബൈ.